കോൺഗ്രസ് നാട്ടിക മണ്ഡലം സമ്മേളനവും മുതിർന്ന പ്രവർത്തകർക്ക് ആദരവും സംഘടിപ്പിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. RSSന്റെ ഹിന്ദു തീവ്രവാദികളുടെ നിർദ്ദേശം പാലിച്ച് അവർ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് പത്രത്തിൽ നിന്ന് വാർത്ത വന്നിരിക്കുകയാണ്. അതേ ഇതുപോലെ തന്നെയാണ് ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവരെയും നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള രാമായണം വായിക്കുന്നവർക്ക് രാമായണം വായിക്കാം, ഭഗവത്ഗീത വായിക്കുന്നവർക്ക് ഭഗവത്ഗീത വായിക്കാം, ഖുർആൻ വായിക്കുന്നവർക്കും ബൈബിൾ വായിക്കുന്നവർക്കും അതൊക്കെ വായിക്കാം. ഞാൻ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ വേറെ ആൾക്ക് പള്ളി പോകാം, വേറെ ആൾക്ക് ചർച്ചിൽ പോകാം. ഇറച്ചി കഴിക്കുന്നവന് ഇറച്ചി കഴിക്കാം, ബീഫ് കഴിക്കുന്നവർ ബീഫ് കഴിക്കാം, മീൻ കഴിക്കുന്നവർ മീൻ കഴിക്കാം, പച്ചക്കറി കഴിക്കുന്നവർ പച്ചക്കറി കഴിക്കാം. ഇതിനെല്ലാം സ്വാതന്ത്ര്യം അവകാശമുള്ള ഈ നാട്ടിൽ മനഃപൂർവ്വം നമ്മുടെ നാട് ഉയർത്തിക്കൊണ്ടുവന്ന ഈ മനുഷ്യത്വം, മനുഷ്യസ്നേഹം, നന്മ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി RSSും BJPയും നരേന്ദ്രമോദിയും സംഘ് പരിവാറും കൂടി ഇന്ത്യയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ മുഖ്യാതിഥിയായി. DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, K ദിലീപ് കുമാർ, CM നൌഷാദ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ, മഹിളാ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് പ്രമേയം അവതരിപ്പിച്ചു. കേരള ഹൈക്കോടതിയിൽ നിന്നും വക്കീലായി എൻറോൾ ചെയ്ത അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്തിനെ TN പ്രതാപൻ ആദരിച്ചു. ചടങ്ങിൽ 100-ൽ പരം മുതിർന്ന പ്രവർത്തകരെയും ആദരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ PV സഹദേവൻ, CK മണികണ്ഠൻ, CS സിദ്ധാർത്ഥൻ, മോഹൻദാസ് പുലാക്കപ്പറമ്പിൽ, AB രാജീവ്, മുഹമ്മദ് അലി കണിയാർക്കോട്, CK ജ്യോതി, ഹേമ പ്രേമൻ, അജിത് പ്രസാദ്, ഉണ്ണികൃഷ്ണൻ അന്തിക്കാട്ട്, MV ജയരാജൻ, ജയരാമൻ അണ്ടേഴത്ത്, മുഹമ്മദ് റസൽ, കമലം ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി.